ഹായ് ഓൾ. പണത്തെക്കുറിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട 11 ചോദ്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. 1. പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? ഇല്ലായ്മ, സമൃദ്ധി, ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥ. ഇതിൽ ഏതാണ്? ഉത്തരം നിങ്ങളൊരു നോട്ട്ബുക്കിൽ തന്നെ എഴുതി വയ്ക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന ഭാവിയെക്കുറിച്ച്, പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതും നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് സ്വയം ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. 3. പണം നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പണം വരുമ്പോൾ എന്തോ വലിയ കാര്യം ജീവിതത്തിലേക്ക് വരുന്നത് പോലെ അതിനെ സ്വീകരിക്കുകയും ഉള്ളിൽ സമൃദ്ധി അനുഭവിക്കുകയും ഒപ്പം അതിൽ നന്ദി പ്രകടിപ്പിക്കുകയും വേണം. നമ്മിലേക്ക് വരുന്ന പണത്തെ ബഹുമാനിക്കുകയും പണത്തിൻ്റെ ഒഴുക്കിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പത്ത് നമ്മളിലേക്ക് കൂടുതലായി നമ്മെ തേടി വരുന്നത്. 4. സ്വന്തം പണം ചെലവഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പണം ചെലവഴിക്കുമ്പോൾ ഭൂരിപക്ഷം പേർക്കും ഇല്ലായ്മയുടെ തോന്നലാണ് ഉണ്ടാവുക. ചെലവഴിക്കും തോറും എൻ്റെ പണം നഷ്ടപ്പെടുകയാണല്ലോ, തീർന്നു പോവുകയാണല്ലോ എന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ ഒരിക്കലും പാടില്ല. പകരം എൻ്റെ പണം കറങ്ങിത്തിരിഞ്ഞ് ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്ത് നിരവധി പേരുടെ പട്ടിണി മാറ്റി അനേകരുടെ പ്രതിസന്ധിയിൽ താങ്ങും തണലുമായി മാറി ഒടുവിൽ ആ പണം പല മടങ്ങായി എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇന്നു മുതൽ ഓരോ പ്രാവശ്യം പണം ചെലവഴിക്കുമ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് സമൃദ്ധി നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്നത്. 5. മറ്റൊരാളോട് പണം ചോദിക്കേണ്ടി വരുമ്പോൾ എന്താണ് തോന്നുന്നത്? മറ്റ് സാഹചര്യങ്ങളിലൊക്കെ സമൃദ്ധി തോന്നുന്നവർക്ക് പോലും ഈ ഒരു കാര്യത്തിൽ അതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണല്ലോ എൻ്റെ അഭിമാനം പണയം വെച്ച് മറ്റൊരാളോട് ചോദിക്കേണ്ടി വന്നത് എന്നായിരിക്കും എല്ലാവരും തന്നെ ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആ പണം പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കുമെന്ന ഉറപ്പോടെയാണ് കടം ചോദിക്കേണ്ടത്. പണം തിരിച്ചു കൊടുക്കുമ്പോഴുള്ള സന്തോഷവും ആശ്വാസവും നേരത്തെ തന്നെ മനസ്സിലുണ്ടാകണം. വ്യക്തികളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ മാത്രമല്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും ഇതേ രീതിയിൽ വേണം ചെയ്യാൻ. 6. പണത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ആത്മാർത്ഥമായ കാഴ്ചപ്പാട് എന്താണ്? ഇല്ലായ്മ, സമൃദ്ധി, ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥയാണ്. ഇതിലേതാണ് നിങ്ങൾ? അതിനുള്ള ഉത്തരം സ്വയം എഴുതുക. 7. സമ്പന്നനായ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ ചിലർക്ക് അസൂയ തോന്നും. ഇതുപോലെ പണമുണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. ചിലർക്ക് കുറ്റബോധവും നിരാശയും തോന്നും. മറ്റു ചിലർക്ക് സമ്പന്നത കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിലെ ഇല്ലായ്മയാണ്. സമ്പന്നരെ കാണുമ്പോൾ എനിക്ക് ഇത്രയും പണമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതിന് പകരം അയാൾക്ക് കൂടുതൽ പണം ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അയാളെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ ഇത് നമ്മെ സഹായിക്കും. 8. മറ്റൊരാൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഓർക്കുക, ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തിട്ട് പ്രതിഫലം ചോദിക്കുമ്പോൾ അയാളുടെ വിയർപ്പിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ജോലി തുടങ്ങുന്നതിന് മുമ്പേ പ്രതിഫലം പറഞ്ഞുറപ്പിക്കാം. നമ്മെ സഹായിക്കുന്നവർക്ക് മനസ്സറിഞ്ഞു കൊടുത്താൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന പണം പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ നമ്മിലേക്ക് വരികയുള്ളൂ. 9. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള, നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനത്തിൻ്റെ വില കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ആഗ്രഹിക്കുന്ന കാർ റോഡിലൂടെ പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? പലരും ആ കാർ കണ്ട് ആസ്വദിക്കുന്നതിന് പകരം അത് സ്വന്തമാക്കാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കും എന്നോർത്ത് ആശങ്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് വിലയേറിയ സ്മാർട്ട് ഫോൺ ആയിരിക്കാം, ഒരു വീടായിരിക്കാം, ആഭരണമായിരിക്കാം. അത് നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ കാണുമ്പോൾ ഒരിക്കലും അതിൻ്റെ വിലയോർത്ത് ആശങ്കപ്പെടരുത്. പകരം ഇതിന് ഇത്ര വിലയല്ലേ ഉള്ളൂ, അത്രയും പണം എന്നിലേക്കും വരും, അത് ഞാൻ സ്വന്തമാക്കും എന്ന് ആ വസ്തു കാണുമ്പോഴൊക്കെ പറയാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക. 10. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താണ് മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നത്? പലരും സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് മനസ്സിൽ പറയുന്നത് ഇതിനൊക്കെ എന്തൊരു വിലയാണ്,
എല്ലാറ്റിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കുമെന്നൊക്കെയാണ്. ശപിച്ചുകൊണ്ടായിരിക്കും പണം കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റം വരുത്തുക. എപ്പോഴൊക്കെ നിങ്ങൾ പണം ചെലവഴിക്കുമ്പോഴും അപ്പോഴൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുക. നിങ്ങൾ ചെലവഴിക്കുന്ന തുക എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ അത് 10 മടങ്ങായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ. കാരണം നിങ്ങൾ ചെലവഴിക്കുന്ന തുക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ആളുകളെ നിങ്ങൾ ഇതിലൂടെ അറിഞ്ഞോ അറിയാതെയോ സഹായിക്കുകയാണെന്ന് മനസ്സിലാക്കുക. 11. സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ നിങ്ങളുടെ സ്വന്തം ഉന്നമനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ലോകത്ത് ഉയർച്ചയുണ്ടാകണമെങ്കിൽ നാം പല പുതിയ കാര്യങ്ങളും പഠിക്കാൻ തയ്യാറാവുകയും പുതിയ കഴിവുകൾ സ്വായത്തമാക്കുകയും വേണം. സ്വന്തം ഉന്നമനത്തിന് വേണ്ടി സമയവും പണവും ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ളത്. നാം നമ്മിൽ തന്നെ നിക്ഷേപിച്ച് മുന്നേറുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. ഇനി ഈ 11 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. എത്ര ഇല്ലായ്മകളും സമൃദ്ധിയും രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥയും ഉണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ മനോഭാവം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടുണ്ടാകും. അടുത്തതായി ഈ ഇല്ലായ്മകളെ സമൃദ്ധിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ പൊളിച്ചെഴുതി പുതിയ മനോഭാവം പുതിയ ജീവിത രീതിയും നിങ്ങൾ സ്വീകരിക്കുക. സമൃദ്ധിയുടെ മനോഭാവം ആർജിക്കാൻ തുടങ്ങുമ്പോൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളിലേക്ക് സ്വയം വരാൻ തുടങ്ങും. അടുത്ത വീഡിയോയിൽ സമൃദ്ധിയുടെ മനോഭാവത്തിൽ എത്താനും സമ്പത്തിനെ ആകർഷിക്കാനും സഹായിക്കുന്ന വളരെ ശക്തമായ ടെക്നിക്ക് നമുക്ക് പഠിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.